ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കരുതി ഫസ്റ്റത്തെ നോമ്പ് തന്നെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അത്താഴത്തിന് എഴുന്നേറ്റാണ്. ചോറ് വെക്കണമെന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്, കാരണം നമ്മൾ സാധാരണ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയതൊക്കെയാണ് അത്താഴത്തിന് കൂടുതലും കഴിക്കുക. അത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അത് ഉണ്ടാകും ബാക്കി എങ്ങനെയാണെങ്കിലും, അപ്പം അത് കഴിക്കും. അതില്ലാത്തപ്പോഴൊക്കെയാണ് ചോറ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചോറ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ചോറ് വെച്ചതാണ്. അപ്പോൾ ചോറ് ആയതിൻ്റെ ശേഷം മൂവിക്കാകുന്നത് നമുക്ക് എണീപ്പിക്കാം. മളിച്ചല്ലേ പറഞ്ഞ അത്താഴത്തിന് വിളിക്കണമെന്ന്. എന്നാ ബാ എണീക്കണ്ടോ? എന്നാ ബാ, എന്നാ ഇപ്പം എണീക്കണം, ലേറ്റ് ആവും. എണീക്കാം. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. പിന്നെ എണീക്കെന്നാല് ട്രൈ. ആഹാ, സൂപ്പർ. പിന്നെ നോമ്പെടുക്കാം. ഫസ്റ്റ് നോമ്പെടുക്കണ്ടോ? നാളെയാ? സൂപ്പർ. എഴുന്നേക്കൂലെന്ന് പറഞ്ഞ ആളിതാ വന്നിരിക്കണം. നോമ്പെടുക്കാം. ഇന്നലെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീയത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാളൂസും നീയത്ത് വെച്ചു. പല്ല് വെച്ചോ? എന്നാ ചോരെന്നാ, എന്നിട്ട് നോമ്പെടുക്കാം. കുഞ്ഞിന് പറ്റോ? ഒരെണ്ണല്ലേ എടുത്തുള്ളൂ. അത് വയനാട്ടിൽ നിന്നല്ലേ. ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. തണുപ്പത്ത് സുഖമാണ്, നമുക്ക് അങ്ങനെ ദാഹിക്കൊന്നുമില്ല. നമുക്ക് നോക്കാൻ എന്തായാലും അല്ലേ. ഇനി എന്താ പറയാനുള്ളത് ഓഡിയൻസിനോട്? നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് വെച്ചോക്ക്. കുട്ടികളെ തല്ലില്ലാത്ത മുത്തശ്ശിന്ന് നോമ്പെടുക്കാൻ എണീറ്റിട്ടുണ്ട്. എന്താവും നോക്കാം നമുക്ക് അല്ലേ. ചോറുന്നാ. അബ്ബ എന്താ വരാത്തെ? നല്ല മീനച്ചാറുണ്ട്. മീനച്ചാറ് തിന്നാൻ വേണ്ടി മാളൂസ് എഴുന്നേറ്റതാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നോക്കാകത്ത് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതെ വേഗം കഴിക്കാൻ സ്പീഡിൽ. അച്ചാറ് തിന്നാൻ എണീറ്റ് വന്നേണോ? ചിക്കൻ വരട്ടിയതുണ്ട്, അച്ചാറുണ്ട്, മീനച്ചാറാണ് കേട്ടോ. നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. ചുമയുണ്ട്, അതുകൊണ്ട് ചുമച്ച് കാണിച്ചു തരാനാ. അതുകൊണ്ട് ഞങ്ങള് ഗുളിക കുടിക്കുന്നുണ്ട്. ഒന്നാം കിട്ടപ്പം വേഗം കഴിയും. മാളൂസ് ഡോക്ടറോട് ടോണിക്ക് വേണ്ട, മെഡിസിൻ ടാബ്ലറ്റ് മതി എന്നും പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചത് കേട്ടോ. ഒരെണ്ണം ടോണിക് ഉണ്ട്. നമുക്ക് ഒന്നും എടുക്കാൻ പോകാനും നിസ്കരിക്കാനും. ഈ വെള്ളം കുറച്ചുകൂടെ കുടിക്കുക, കാരണം വെള്ളത്തിന് ദാഹിക്കും. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മാളൂസും നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളെ കൂടെ, മാഷാല്ലാ. അപ്പം എന്തായാലും നോക്കാം നമുക്ക്. ഫസ്റ്റ് നോമ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റട്ടെ മാളൂന്. എന്താ അതങ്ങനെയൊക്കെ തോന്നും അവൾക്ക്. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി വെള്ളം കുടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നാന്ന്. ഓർമ്മയില്ലാതെ വെള്ളം കുടിച്ചാലോ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ തോന്നുന്നു. സത്യമാണല്ലോ. നമുക്കും അങ്ങനെ ഫസ്റ്റ് നോമ്പൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ തോന്നലുകളൊക്കെ വരും. അപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ട്. ഇതൊക്കെ കഴുകിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി നിസ്കരിക്കാൻ. മാളൂസ് എന്നെ കാത്തിരിക്കുന്നുണ്ട് ഒപ്പരം നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പാത്രം കഴുകിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ നിസ്കരിക്കാൻ പോവാണ് ഗൈസ്. മാളൂസ് പറഞ്ഞ് അമ്മൻ്റെ കൂടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താ അത്തറൊക്കെ തേക്കുണ്ട്. ഇത് മാളൂസിൻ്റെ അത്തറാണെന്ന് പറഞ്ഞ് മാള് മാറ്റി വെച്ചത് കേട്ടോ. അത് തേക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ടാ? നല്ല സ്മെല്ലിൽ നിസ്കരിക്കണം പറയും മാളൂസ് എപ്പോഴും. ഉമ്മ എനിക്ക് കൊണ്ടുവന്നില്ലേ ഈ തസ്ബീഹ്.
നോക്കുമ്പോ ഇതെനിക്ക് വേണ്ടിട്ട് നോക്കുമ്പോ മമ്മക്കും അതേപോലത്തെ മാച്ചിങ് തസ്ബി. ഇപ്പൊ 2 മാച്ചായി അല്ലേ? സ്ഥലത്തെല്ലാം പോവാ. എന്നാ ചൊല്ലിക്കോ. ഞാൻ എത്രയായി കാണിച്ചത് ഗൈസ്? 5,000 ആണോ 2,000 ആണോ? 2,000 എന്താണിത് 2 5 എന്നൊക്കെ വായിക്കുന്നത്? 2 എഴുതിയത് 5 പോലെ ഉണ്ടല്ലേ അതില്. 2,700. കറക്റ്റ് ആണോ എന്തോ? അല്ല ഞെക്കിയതൊക്കെ കറക്റ്റ് ആണോ എന്തോ? 2,700. എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള. അമ്മേ ആ അപ്പൊ തെറ്റി. ആദ്യം മുതൽ ചൊല്ലിക്കോ. ആദ്യം മുതൽ വല്ലണോ? സാരല്ല, അത് പഠിച്ചോന് മനസ്സിലാവും. ഇങ്ങനെയല്ലേ ചൊല്ലി പഠിക്കുക. നല്ല നമ്മൾ ഈ കളർ നല്ല രസമുണ്ടല്ലേ തസ്ബിക്ക്. രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കണം എന്ന് കരുതിയതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയി. വെയിലെ തന്നെ തുണികൾ അറിയിടാൻ പോകേണ്ടി വന്നതുകൊണ്ട് നല്ല ടയേർഡായി ഗൈസ്. ഇനിയിപ്പം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ നനച്ചുള്ളിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇന്നലെ രാത്രിയാണ് AC ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോഴേക്കും ഇന്നലെ രാത്രിയായി. ഞാൻ അപ്പോഴാണ് എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ തിരക്കും ഒക്കെ കൂടെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്തായാലും ചെയ്ത് തീർക്കാം. എന്നിട്ടൊരു വൈകുന്നേരം അസറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. മാളൂസ് നോമ്പ് വൈകുന്നേരം വരെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കണം എൻ്റെ കുട്ടിക്ക്. അല്ല മാളൂ, എന്തൊക്കെ വേണം നോമ്പ് തുറക്കുമ്പോൾ? ബാ ഇങ്ങോട്ട് വാ. എന്തൊക്കെ വേണം നോമ്പ് തുറക്കുമ്പോൾ? കട്ട്ലേറ്റ്. എണ്ണക്കടി ഒന്നും ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചതാണ് ഞാൻ, പക്ഷെ മാളൂസിന് കഴിക്കാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മാളൂസ് നോമ്പെടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കും. ചിക്കൻ റോള് വേണ്ടേ? അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണികളും തീർന്നു. പിന്നെ നോമ്പ് തുറക്കാനുള്ളത് സെറ്റ് ചെയ്താൽ മതി. എൻ്റെ ഒരു ഡ്രോളാണ്. നോക്കുമ്പോൾ കറക്റ്റ് ഹാരിൻ്റെ ഫേസ് പോലെ അല്ലേ? നമുക്ക് കണ്ണൊക്കെ ബ്ലൂ ആണ്, പക്ഷെ അത് കുറച്ച് ബ്ലൂ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് കാണൂല അങ്ങനെ. എന്തിയമ്മ? ഫ്രിഡ്ജ് വൃത്തിയാക്കിയില്ലല്ലോ നമ്മള്, അപ്പൊ അതും കൂടെ ചെയ്ത ക്ലീനിങ് കഴിഞ്ഞല്ലോ മൊത്തത്തില്. എനിക്ക് ടൈം ടേബിൾ ഒക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ? അങ്ങനെ ഫ്രിഡ്ജൊക്കെ എന്തായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണിയും ഫിനിഷ് ആയപ്പോൾ ഒരു സമാധാനം. ഇനി നോമ്പിനുള്ളത് ഉണ്ടാക്കിയാൽ മതിയല്ലോ, പക്ഷെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള കടയിലൊന്ന് പോയിട്ട് വരാം. ഫസ്റ്റ് നോമ്പല്ല, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ടിട്ട് പോകണം. ഒരു വെയിലും കാരണം കാർ എടുത്തോന്നുള്ളൂ. കടയിലെത്തിയപ്പോൾ മാളുവിന് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാളൂട്ടി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇനി ചിക്കനോ മീനോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കണം കറി വെക്കാനായിട്ട്. ഏലക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് ഉണ്ടാക്കാം ഗൈസ്. ഇന്ന് മാളൂട്ടി നോമ്പെടുത്തതുകൊണ്ടും ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ടും ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടും കുറച്ച് കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാം തുടങ്ങിയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്ന അടിപൊളി ആക്കണമെന്നുണ്ട് ഇന്നത്തെ നോമ്പ് തുറ. കടിയിലേക്കുള്ള മസാല ഫസ്റ്റ് ആക്കാമെന്ന് കരുതി അതിൽ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് സാധാരണ മസാലകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു മസാലയിൽ തന്നെയാണ് ഞാനിന്ന് കടികളെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല നമുക്ക് ഒറ്റയടിക്ക് ഒന്നിച്ചങ്ങ് ആക്കിയാൽ മതി. എല്ലാ കടിയിലേക്കും ഒരേ മസാല തന്നെയാണ്. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് കിഴങ്ങ് വേവിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാളൂട്ടി നോമ്പെടുത്തിട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടികൾ റിസ്ക് എടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഈ മസാലയിൽ എന്തൊക്കെ ഇട്ടെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അഥവാ ഫസ്റ്റ് ടൈം കടികൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ക്രഷ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ആണെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച കിഴങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കട്ട്ലേറ്റിലേക്ക്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട്
ഓയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുക. അപ്പോൾ കട്ട്ലേറ്റ് സെറ്റായി. ഇനി നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാം. മൈദപ്പൊടിയിൽ ഉപ്പിട്ട് ചെറിയ ദോശയാക്കി ചുട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചുടാം. എന്നിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതാക്കി ചുട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ബ്രെഡിലും മുട്ടയിലും മുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ്. നമുക്ക് വേണം മൈദപ്പൊടി വെച്ച് പരത്തി ഉണ്ടാക്കാം. ഞാൻ ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിളിൽ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് മൈദപ്പൊടി കലക്കിയത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ മസാലകൾ തീരുന്നവരെ നമുക്ക് കുറച്ച് കടികൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു മസാലയിൽ തന്നെ നമുക്ക് വെറൈറ്റി കടികൾ ഉണ്ടാക്കാം കേട്ടോ. കുറേ കടികൾ ഉണ്ടാക്കുന്നതിനും ഇഷ്ടം. കുറച്ച് കടികളാണെങ്കിലും വെറൈറ്റീസ് ഉണ്ടാവുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നോമ്പൊക്കെ തുറക്കുമ്പോൾ മാളൂനും അതുപോലെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത്. മാളൂട്ടി ഇടയ്ക്കൊന്ന് വിശക്കുന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ നോമ്പ് മുറിക്കണ്ടോ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെയിന്റ് ചെയ്യാൻ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബോറടിക്കാന്ന് പറഞ്ഞപ്പോൾ. പങ്ക് കൊടുക്കാനുള്ള സമയം ആവാനായതും കൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഫ്രൈ ചെയ്യുന്ന എടുത്ത് വെക്കുന്നൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽസ്. ഇതൊക്കെ മതിയാ? അതാണ് ഞാൻ തിരക്കിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് കടികൾ ഉണ്ടാക്കിയില്ല പിന്നെ എന്നാ അല്ലേ? യെസ്, ഒന്ന് റെഡിമെയ്ഡ് ആണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത സമയമില്ലാത്തതുകൊണ്ട് വത്തക്കവെള്ളം ഉണ്ടാക്കി. വത്തക്കവെള്ളം മാളുവിന് ഇഷ്ടം. യെസ്, പിന്നെ ഇതാ കുഞ്ഞി സംസം വെള്ളം. പിന്നെ ഈത്തപ്പഴം ഉണ്ട്. സംസം വെള്ളം കൊണ്ടാണോ ഈത്തപ്പഴം കൊണ്ടാണോ തുറക്കുന്നേ? വേറെ എന്തൊക്കെ ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ കൊണ്ട് ഇത്ര ആക്കാൻ പറ്റുള്ളൂ. പഠിച്ചവനോട് എന്താ പറയാ? ഫസ്റ്റ് നമ്മൾ എന്താ കഴിക്കണ്ടേ? നോമ്പ് തുറന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കണം. കഴിച്ചോക്കോ. ഷമാമും മാളൂസിന് ഇഷ്ടാവും നോക്കട്ടെ. സ്ട്രോ ആണെന്ന് സ്പൂൺ അത് നാക്ക് കുടിക്കുന്നു. മാളൂസ് പറഞ്ഞതെല്ലാം ഉണ്ട്. ചിക്കൻ റോള്, കട്ട്ലേറ്റ്, സമൂസ പറഞ്ഞിരുന്നോ? തിന്നല്ല കേട്ടോ. നോമ്പ് കൊണ്ടിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സുഖമുള്ള കാര്യമാണ് ആദ്യം എന്താ പറയാ മാള്? കുഞ്ഞിതാവുമ്പോ ദത്തബ വെള്ളത്തിന്റെ ആളായിരുന്നു. ഏതാ ഇഷ്ടമായി കൂടുതൽ? തിന്നാൻ കഴിയില്ല, അതാണ്. ഇനി നിസ്കരിച്ച് വന്നിട്ട് പത്തിരിയും നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ട്. ഞങ്ങളെ കുട്ടി നോമ്പെടുത്തല്ലോ. ഫസ്റ്റ് നോമ്പെടുത്തല്ലോ. നിസ്കരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വരുന്നുള്ളൂ അല്ലേ? പിന്നെന്താ അവക്ക് ക്ഷീണൊന്നുമില്ല, ഞങ്ങൾക്കാണ് ക്ഷീണം കഴിച്ചു. അവളെന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഭക്ഷണം കഴിക്കൂല അല്ലേ? അത് മാത്രമല്ല, അതിനെക്കൊണ്ട് അവക്ക് സുഖാണല്ലോ. നോമ്പ് ലാസ്റ്റ് വരെ ഇങ്ങനെ നമ്മള് നോമ്പ് തുറക്കുന്ന വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ചലഞ്ച് പോലെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നിട്ടാള്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞു മുക്കാക്ക വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണേൽ കഴിച്ചോ എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരം ആയില്ലേ ഇനിയിപ്പോൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. അതാണ് നോമ്പ് എടുക്കുന്ന ഒരു ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വേഗം പോട്ടെ. ചിക്കൻ കറി നെയ്ച്ചോറ് കുറച്ച് തിന്നാ പറഞ്ഞ ഇനി പത്തിരി തിന്നോ കുറച്ചു നേരം കഴിയുമ്പോ? അത് ഉറങ്ങോ? എല്ലാരും ഫസ്റ്റ് നെയ്ച്ചോറ് ഇച്ചിരി തിന്നിട്ട് പത്തിരി തിന്നാ വിചാരിച്ചു. സോ ഗൈസ്, ഞാനിവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നോമ്പൊക്കെ തുറന്നപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. സത്യം പറഞ്ഞാൽ വ്ളോഗൊന്നും എടുക്കാനുള്ള മൈൻഡേ ഇല്ല. എന്നാലും ഇത് വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഇനിയും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസിൽ കാണാം. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്. ഈ ലോങ് വീഡിയോ ഇടുന്നതാണോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം, അതനുസരിച്ച് എനിക്ക് വീഡിയോ ഇടാലോ. അപ്പോൾ ബൈ.